ഞാനിനി പഠിക്കുന്നില്ല. ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 3,95,000-ൽ 3,50,000 പേരും പരാജയപ്പെടും. ഈ 3,50,000-ൽ ഭൂരിഭാഗം പേരും ഞാനിപ്പോൾ പറഞ്ഞ ഡയലോഗ് ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു രോഗി ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്തായിരിക്കാം? പനി വന്നതിന് ശേഷം പാരസെറ്റാമോളാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ടും ആശുപത്രിയിൽ പോയി ആ പാരസെറ്റാമോൾ എഴുതി വാങ്ങിക്കുന്നതിൻ്റെ ആവശ്യകത എന്തായിരിക്കാം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു ഡോക്ടർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്തുകൊണ്ടാണ് പനി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഗുളികയാണ് നിങ്ങൾ കഴിക്കേണ്ടത്, ഇന്ന ഗുളിക കഴിച്ചാലായിരിക്കും, ഇന്ന ഗ്രാമിൽ ഉള്ള ഗുളിക കഴിച്ചാലായിരിക്കും നിങ്ങൾക്ക് ഭേദമാകുക എന്ന് പറഞ്ഞു തരാൻ കഴിയുക ഒരു ഡോക്ടർക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്, ഞാനിനി പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു തവണയെങ്കിലും, ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം എനിക്ക് എക്സാമുകൾക്ക് പരാജയം ഏൽക്കേണ്ടി വരിക, എന്തുകൊണ്ടായിരിക്കാം എനിക്ക് കൃത്യമായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോകുന്നത്? ഒറ്റ ഉത്തരം മാത്രമേ അതിന് കിട്ടുകയുള്ളൂ: എൻ്റെ പഠന രീതി തെറ്റായിരുന്നു. അതിലൊരു സംശയവും വേണ്ട. ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കാം, ഉള്ളിൽ കൊള്ളും, ഉള്ളൊന്ന് പിടയും. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കാൻ എങ്ങനെ തയ്യാറാവും? ആ തെറ്റ് സമ്മതിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ വിജയങ്ങളും ഉണ്ടാവുക. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ജനിച്ചു വീഴുമ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ അവൈലബിലിറ്റി ഇല്ലായ്മ കൊണ്ട് മുന്നോട്ടിനിയും ഈ കുട്ടിയെ വളർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ മുന്നോട്ട് വളർത്തിയത് കൊണ്ട് പ്രയോജനമില്ല എന്ന് മെഡിക്കൽ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞൊരു വ്യക്തി. അവരുടെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വീണ്ടും പുണർന്ന് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള പാത കാട്ടിക്കൊടുത്തു. തെറ്റെന്താണ് എന്നും അവൻ്റെ പോരായ്മകൾ എന്താണ് എന്നും വളർന്നു വരുന്ന ഓരോ സമയവും അവൻ പഠിച്ചുകൊണ്ടേയിരുന്നു, പരിശീലിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിക്കുന്ന രാജ്യം അർജന്റീനയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലയണൽ മെസ്സി എന്നാണ്. ഇന്ന് ഫുട്ബോൾ ലോകം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അതേ ലയണൽ മെസ്സി, ഫുട്ബോളിൻ്റെ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്ന ലയണൽ മെസ്സി, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? ചുറ്റുപാടുകളെ അദ്ദേഹത്തിനോട് ഇണങ്ങുന്നതാക്കി, അദ്ദേഹത്തിൻ്റെ പോരായ്മകളോട് ഇണങ്ങുന്നതാക്കി മാറ്റിയപ്പോഴാണ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ പരാധീനതകൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് പഠനത്തിന് വേണ്ടി ക്രമീകരിച്ചുകൊണ്ടിരുന്നത്? ഒരു ദിവസം എത്ര മണിക്കൂറാണ് പഠിച്ചത് എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം വേറെ ഒരു പണിക്കും പോവാതെ 15 മണിക്കൂറും 20 മണിക്കൂറും വരെ പഠിച്ചവരുണ്ടായിരിക്കാം. അവരും ഇതേ പരാജയം ഏറ്റുവാങ്ങിയിട്ടുമുണ്ടായിരിക്കാം. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പഠിച്ച സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് 5 മണിക്കൂറായിക്കോട്ടെ, 6 മണിക്കൂറായിക്കോട്ടെ, 10 മണിക്കൂറായിക്കോട്ടെ, 15 മണിക്കൂറായിക്കോട്ടെ, പഠിച്ച സമയത്തെ നിങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത്? പല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഒന്ന്, ബുക്ക് തുറന്നു വെച്ചിട്ട് പല കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളയാം. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പോൾ വരുന്നുണ്ടായിരിക്കാം, ഒരു പുസ്തകം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കേരള ഹിസ്റ്ററിയിലെ നാഷണൽ മൂവ്മെൻറ്റ്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പേജ് ഇങ്ങനെ വായിച്ചു വന്നു. രണ്ടാമത്തെ പേജിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ ആ പേജുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ബ്രെയിൻ വേറെ എവിടെയോ ആണ്, നമ്മുടെ ചിന്ത വേറെ എവിടെയോ ആണ്. കുറച്ച് മുന്നോട്ട് പോയി ഒരു രണ്ടാമത്തെ പേജ് എത്തുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ, ഞാൻ ഇത്ര നേരം എന്താ വായിച്ചേ, ഞാൻ ഏതുവഴിയാണ് കടന്നുപോയേ, ഞാൻ ഈ വായിച്ചതൊന്നും എൻ്റെ മെമ്മറിയിലോട്ട് കിട്ടുന്നില്ലല്ലോ. പലപ്പോഴും നിങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു സംശയവുമില്ല, നന്നായി കൃത്യമായി പഠിക്കാൻ ഇരിക്കുന്നവർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ മാനസികാവസ്ഥ പഠനത്തോടൊപ്പം കൂട്ടിമുട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇത് മെമ്മറിയിലേക്ക് കയറുന്നുണ്ടോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഫീഡ് ആവുന്നുണ്ടോ അറിയില്ല. നമുക്ക് 2 മൈൻഡ് ഉണ്ടെന്നറിയാം. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. നമ്മുടെ 5% മാത്രം വർക്ക് ചെയ്യുന്ന ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ്. പക്ഷേ 95% എന്താണെന്നറിയാമോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ ജനിച്ചു വീണ കാലം തൊട്ടുള്ള ഇന്ന് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ഇനിയും നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോയ വ്യക്തികളാണ് എങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരുന്ന് നിങ്ങളൊരു ചോദ്യം കാണുമ്പോൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ലൈൻ ഞാൻ ഇന്ന പേജിലെ ഇന്ന നമ്പറിൽ കിടന്ന ഭാഗത്ത് നിന്നാണ് കണ്ടത് അല്ലെങ്കിൽ പഠിച്ചത് എന്ന് നിങ്ങൾ ഓർത്തിട്ടില്ലേ? പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. പരീക്ഷ ഹാളിൽ ഇരുന്ന് ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഈ പഠിച്ച പേജ് ഉൾപ്പെടെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ റിപ്പീറ്റഡ് റീഡിങ്ങിലൂടെയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോയി കുറേ ടൈം, ഒരു മണിക്കൂർ 2 മണിക്കൂർ വായിച്ച് മുന്നോട്ട് പോയത് കൊണ്ടല്ല.
പകരം നിങ്ങൾ വായിക്കുന്ന സമയം നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം അതിൽ കൊടുത്തിട്ടുണ്ട്, എത്ര തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇത് വായിച്ചിട്ടുണ്ട് എന്നതിനാണ് യാഥാർത്ഥ്യം. നിങ്ങൾ അമ്മ എന്ന് പറയുന്ന വാക്ക് കായ്ക്ക എന്ന് പറയുന്ന മലയാള അക്ഷരമാല പഠിച്ചതിന് ശേഷമാണോ പറഞ്ഞു തുടങ്ങിയത്? ഒരിക്കലുമല്ല. അമ്മ എന്ന വാക്ക് പലതവണ കേട്ട് നാക്കുകൊണ്ട് പതിയെ പറഞ്ഞ് റിപ്പീറ്റായി പലതവണ എത്രയോ തവണ തെറ്റിച്ചിട്ടാണ് അമ്മ എന്ന വാക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ നന്നായി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോഴും സംഭവിക്കുന്നത്. എത്ര തവണ നിങ്ങൾ വായിക്കുന്നോ, എത്ര തവണ നിങ്ങൾ ഇത് കേൾക്കുന്നോ, അത്രയും തവണ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ കാര്യം പ്രിന്റ് ചെയ്യപ്പെടുകയാണ്, ഈ കാര്യം പതിയുകയാണ്. അതുകൊണ്ടാണ് 3:2:1 റൂൾ നിങ്ങൾ പഠിക്കുമ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. എന്താണ് 3:2:1 റൂൾ? മക്കളെ, ആദ്യത്തെ 3 തവണ നിങ്ങൾ വായിക്കണം, റിപ്പീറ്റ് ആയിട്ട് വായിക്കണം. ഒരു തവണ വായിക്കുന്നു, രണ്ടാമത് വീണ്ടും അത് റീഡ് ചെയ്യുന്നു, മൂന്നാമത് വീണ്ടും അത് റീഡ് ചെയ്യുന്നു. ഒരേ സമയം പഠിക്കുമ്പോൾ ഒരേ കാര്യം വീണ്ടും റീഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും സമയം കുറെ പോവില്ലേ? ഇല്ല. ആദ്യത്തെ തവണ നന്നായി വായിക്കുക, രണ്ടാമത്തെ തവണ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം വായിക്കുക, മൂന്നാമത്തെ തവണ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടിയത് മാത്രം വായിക്കുക. അതിനുശേഷം 2 എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കാം. ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ തവണ ഓർക്കുമ്പോൾ പഠിച്ചതിൻ്റെ 60% കിട്ടും, ബാക്കി 40% ചിലപ്പം പോയിന്നിരിക്കാം. വീണ്ടും ആ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിരിക്കുന്ന എടുത്ത് റീഡ് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ ഓർത്ത് നോക്കുക, വീണ്ടും ആ ഷോർട്ട് നോട്ട് റീഡ് ചെയ്യുക. നമ്മളിപ്പോൾ 5 തവണ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും ലാസ്റ്റ് ഒന്ന് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് ഞാൻ ആ ഷോർട്ട് നോട്ടിൽ പഠിച്ച റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കാം. അവിടെയും ചിലപ്പോൾ നിങ്ങൾക്ക് 80% കിട്ടുള്ളൂ, 20% നഷ്ടപ്പെട്ടിരിക്കാം. വീണ്ടും ആ ഷോർട്ട് നോട്ട് എടുത്ത് വായിച്ചു നോക്കി. 6 തവണ ഒരേ കാര്യത്തിലൂടെ നിങ്ങളുടെ പല ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് പോകണമെങ്കിൽ കുറച്ച് പാടുപെടും. ഒരു തവണ ഒരൊറ്റ ദിവസം ഒന്ന് ചെയ്തു നോക്കുക, റിസൾട്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ പഠനം കൊണ്ട് മാത്രം 40% കോണ്ടന്റ് നിങ്ങൾക്ക് കിട്ടൂ. ബാക്കി 60% ഇരിക്കുന്നത് റിവിഷനിലൂടെയും മോക്ക് എക്സാമിലൂടെയുമാണ്. ഈ യാഥാർത്ഥ്യം, ഈ പാടുള്ള കാര്യം, ഈ പരമ ബോറായ കാര്യം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളും വിഷമിക്കുന്നത്, താല്പര്യപ്പെടാത്തത്. ഇതുകൊണ്ട് തന്നെയാണ് 99% ആളുകളും പരാജയപ്പെടുന്നതും. കാരണം ഈ 99% ആളുകൾക്കും പണിയെടുക്കാൻ, വിയർക്കാൻ, അധ്വാനിക്കാൻ നല്ല മടിയായിരിക്കും. 1% മാത്രമേ കഷ്ടപ്പെട്ട് വിജയത്തിലേക്ക് എത്താനായിട്ട് താല്പര്യം കാണിക്കൂ. ആ 1% പേര് എപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കും. 99% പേര് എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ മാത്രം അവരും ആ 1%ത്തിലേക്ക് എത്തപ്പെടും. നിങ്ങൾ എത്ര പഠിച്ചാലും റിവിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ, പ്രോപ്പറായിട്ട് മോക്ക് എക്സാമുകൾ എടുത്തില്ലെങ്കിൽ ഒരു OMR എക്സാം ക്രാക്ക് ചെയ്യാൻ പ്രയാസം തന്നെയാണ്. കാരണം നിങ്ങൾ എഴുത്തു പരീക്ഷയ്ക്ക് പോകുന്നില്ല. പഠിക്കുക എന്നുള്ളത് എഴുത്തു പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ഇമാജിനേഷൻസ്, നമ്മുടെ വിഷ്വൽസ് ഒക്കെ ചേർത്ത് എഴുതി വെക്കാം. പക്ഷെ നിങ്ങൾ എഴുതാൻ പോകുന്നത് OMR പരീക്ഷയാണ്. അതിലും രസകരമായ കാര്യം, 4 ഓപ്ഷനുകൾ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുണ്ട്, അതിലൊന്ന് ശരിയുത്തരമാണ്. ആ ശരിയുത്തരം കണ്ടുപിടിച്ച് വെക്കടാ എന്നാണ് നിങ്ങളോട് പറയുന്നത് PSC. അപ്പൊ 4 ശരിയുത്തരത്തിൽ ഒരു ശരിയുത്തരം പിക്ക് ചെയ്യാനാണ് പറയുന്നത്. 3 എണ്ണം തെറ്റാണെന്ന് ഓൾറെഡി PSC പറഞ്ഞു, 1 എണ്ണം ശരിയാണ്. ആ ശരിയുത്തരം കണ്ടെത്തുക. എത്ര സിമ്പിളാണ് പറയുമ്പോഴെന്ന് നിങ്ങൾക്ക് തോന്നാം. പകരം നിങ്ങൾ ഇതിനെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മെമ്മറിയിൽ ഫീഡ് ചെയ്താൽ, മോക്ക് എക്സാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് എക്സാമിന്റെ പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് കുറെ കൂടി എളുപ്പമായിട്ട് മാറില്ലേ? ഇത് കുറച്ച് രസകരമായൊരു കലയായിട്ട്, ഒരു ഗെയിമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? യെസ്, അത് തന്നെയാണ് വേണ്ടത്. രണ്ടാമത്, നിങ്ങൾ പഠിക്കുന്നു എന്ന് മാത്രമല്ല, മോക്കും അതേപോലെ തന്നെ റിവിഷൻ ചെയ്യുക. ഇതിനെയാണ് സൂപ്പർ നോട്ട്സ് SRM ടെക്നിക്ക് എന്ന് വിളിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ മെന്റർഷിപ്പ് സെഷനുകളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് SRM ടെക്നിക്ക് ഇതാണ്. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം, നിങ്ങൾ ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയി പഠിക്കാനിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ യന്ത്രമൊന്നുമല്ല, സാമാന്യ മനുഷ്യന്റെ ബ്രെയിൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും തലയിലിരിക്കുക. ഒരാൾക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടാൻ കഴിയില്ല. കൂടിപ്പോയാൽ 1 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങളുടെ ട്യൂഷൻ സെന്ററിലേക്ക് ഒന്ന് പോയി 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ കണ്ടിന്യൂസ് ഇരുന്നപ്പോൾ എത്ര ദിവസം നിങ്ങൾ ഉറക്കം തൂങ്ങിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ്? ഒരു ബ്രെയിന് കപ്പാസിറ്റി ഉണ്ട്. ആ സമയത്തിൽ കൂടുതൽ ബ്രെയിൻ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കില്ല. അതിനാണ് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞു തന്നത്. 25 മിനിറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും, 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കാം, വീണ്ടും 25 മിനിറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കാം, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, വീണ്ടും 25 കംപ്ലീറ്റ് ചെയ്യും, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, നെക്സ്റ്റ് 25 കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ 4 സൈക്കിളുകൾ കഴിഞ്ഞ് അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾ ലോങ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് എടുക്കുക, വീണ്ടും തിരിച്ചു വന്ന് ഇതേ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോടുകൂടി
വീണ്ടും വീണ്ടും പഠിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ ഫീഡ് ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മെറ്റീരിയൽസ് ആണ്. നിങ്ങളൊന്ന് വീട്ടിലോട്ട് ചെന്നിട്ട് നിങ്ങളുടെ പഠനമുറിയിലോട്ട് കയറണം. പഠനമുറിയിലെ ടേബിളിലോട്ടൊന്ന് നോക്കണം. എത്ര റാങ്ക് ഫയലുകൾ അവിടെ ഇരിപ്പുണ്ട്. പലപ്പോഴായി വാങ്ങിയ, അപ്ഡേറ്റഡ് ആകണമെന്ന് വിചാരിപ്പിച്ച് നിങ്ങൾ വാങ്ങിക്കൊണ്ടേയിരുന്ന എത്രയോ റാങ്ക് ഫയലുകൾ, എത്രയോ നോട്ട് എഴുതിയ ബുക്കുകൾ, ഒരു ബുക്കിൽ തന്നെ എത്രയോ സബ്ജക്റ്റുകളുടെ നോട്ടുകൾ ഇങ്ങനെ നിങ്ങളെ നോക്കി ഇളിഭ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ പുറകെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഒരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും PSC തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് കിട്ടും. ഈ രണ്ട് കാര്യം കൂടെ കണക്ട് ചെയ്ത് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിന് പ്രാധാന്യം കൊടുത്ത് മാത്രമേ പഠിക്കാവൂ. കാരണം നിങ്ങൾ നേടേണ്ടത് സിലബസിൻ്റെ 100% പഠിച്ചു പോയിട്ടല്ല. ഒരു കുട്ടിയും റാങ്ക് അടിച്ചവരോട് ചോദിച്ചാൽ അവരാരും സിലബസ് 100% തീർത്തിട്ടുണ്ടാവില്ല. ഒരു റാങ്ക് ഫയൽ എടുത്ത് വായിക്കുമ്പോൾ 3000-ഓ 4000-ഓ പേജുള്ള റാങ്ക് ഫയൽ എടുത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ സിലബസിലെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടിയിരുന്ന കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂഷൻ വരുന്ന ഭാഗം നിങ്ങൾ വിട്ടുപോയിട്ടുമുണ്ടാകും. മക്കളെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് ഇത്തവണയും പരാജയം നേരിടാൻ കാരണമായിട്ടുള്ളത്? ഒന്ന് മനസ്സിരുത്തി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം കാണാതിരിക്കില്ല. കാരണം ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനിത് സംസാരിച്ചത്. എനിക്ക് സംഭവിച്ചെങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അതുകൊണ്ട് മാറി ഒന്ന് ചിന്തിക്കുക. അവസാനിപ്പിച്ചു പോകാനല്ല, തുടങ്ങിയതിനെ പൂർത്തിയാക്കി പോകാനാണ് ഹീറോയിസം എന്ന് പറയുന്നത്. ആ ഹീറോയിസത്തിലേക്ക് തിരിച്ചു പോവാം. വിട്ടിട്ട് പോയി നിർത്താം, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടെ ട്രൈ കൊടുക്കണം. പക്ഷെ ആ തവണത്തെ ട്രൈ എന്ന് പറയുന്ന ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് കാണണം. അടുത്ത എക്സാമിനേഷൻ, ഇനി വരാൻ പോകുന്ന LD ആയിക്കോട്ടെ, LD എക്സാമിനേഷൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ്. ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന എൻ്റെ ലാസ്റ്റ് പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഞാൻ ജോലിക്ക് കയറിയിരിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു ട്രൈ കൂടി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം അപ്ലൈഡ് ആണ്. ആ കണ്ടീഷൻസിലൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ. അങ്ങനെയാണെങ്കിലേ കഴിയൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു പക്ഷേ ആ 99% ഒരാളായി മാറിയേക്കാം. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടേണ്ടവരാണ്, ഏത് മേഖലയിൽ പഠിക്കേണ്ടവരാണ്, എങ്ങനെ ജോലി കിട്ടേണ്ടവരാണ്? സർക്കാർ ജോലി എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് എത്തേണ്ടവരാണോ, അതോ സർക്കാർ ജോലി എന്ന സ്വപ്നവുമായി മുന്നിട്ടിറങ്ങിയിട്ട് പാതി വഴിക്ക് നിർത്തിപ്പോവേണ്ടവരാണോ? തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. വരാനിരിക്കുന്ന LDSC എക്സാമിനേഷൻ വലിയൊരു അവസരവുമാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലും പഠിക്കാനായിട്ട്, പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് അവസരമുള്ള എക്സാമാണ്. സൂപ്പർ നോട്ട്സ് ഇതിന് വേണ്ടിയിട്ട് 2 തരത്തിലും ഓൺലൈനിലും ഓഫ്ലൈനിലും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓൺലൈനിൽ നമ്മുടെ ഒരു ഗോൾഡ് ബാച്ച് ഇപ്പോഴുണ്ട്, പുതിയൊരു ബാച്ച് വരാനായിട്ട് പോവാണ്. ഇനി അതല്ല, നമ്മുടെ ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനിൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ട്രിവാൻഡ്രത്താണ് ഓഫ്ലൈൻ ബാച്ച് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് ആവശ്യമാണ്, എങ്ങനെ പഠിച്ചു പോകണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും, ഒന്ന് ഫില്ല് ചെയ്തോടാം. ഇനി അതല്ല എങ്കിൽ 8281223366 നമ്പറിലോട്ട് വിളിച്ചോ. ഞങ്ങൾ കൂടെയുണ്ട്. മാറ്റം അത് നിങ്ങളിലൂടെ തന്നെയാണ് സംഭവിക്കേണ്ടത്.